ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധി അവിടെ വിഷമിച്ചിരിക്കുന്നു. സുധിയെ കാണാനായിട്ട് സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് പോലീസുകാരനോട് എൻ്റെ പേര് സച്ചി എന്നാണ്, എനിക്ക് ഇന്ന ആളെ കാണണമെന്ന് പറയാം. ഞാൻ ആ മുക്കുവണ്ടം പണി വയ്ക്കാൻ ശ്രമിച്ച അറസ്റ്റിലായ സുധിയുടെ അനിയനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സുധിയേട്ടനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നീ എന്താ ഈ സമയം വരെ ഉറങ്ങുമായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ സാർ അവനെ അറസ്റ്റ് ചെയ്ത കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ലോക്കപ്പിലുണ്ട്, ചെന്ന് കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. സച്ചി ചെല്ലുമ്പോൾ ഇങ്ങനെ തകർന്നിരിക്കുന്ന സുധിയെ കാണുന്നു. എടാ സുധി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് ചാടി എഴുന്നേറ്റ് ചെല്ലുക സുധി. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഇതിലിങ്ങനെ വന്ന് വിഷമിച്ച് നിൽക്കുക കേട്ടോ. സച്ചിക്കും ഭയങ്കര സങ്കടം. നീ എന്തിനാ വന്നേ എന്ന് സുധി സച്ചിയോട് ചോദിക്കുക. വരാതിരിക്കാൻ പറ്റുമോ? നീ എൻ്റെ ഏട്ടനല്ലേ എന്ന് സച്ചി സുധിയോട് ചോദിച്ചു. നീ എന്തൊരു മണ്ടത്തരമാണ് ഈ കാണിച്ചേ എന്ന് സച്ചി ഇങ്ങനെ ചോദിക്കുക സുധിയോട്. അപ്പോൾ തെറ്റു പറ്റിപ്പോയി സച്ചി, പറ്റിപ്പോയി എന്നും പറഞ്ഞ് സുധി ഇങ്ങനെ സച്ചിയോട് പറയുന്നു. അത് മുക്കുമണ്ടമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും പണം വയ്ക്കാൻ പോവില്ലായിരുന്നു എന്നും ശ്രുതി ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നും സുധി സച്ചിയോട് പറയാം. അവൾ എന്തും ചെയ്യും, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മനസ്സിൽ കണ്ടായിരിക്കും അവൾ മുക്കുവണ്ടം കൊടുത്തു വിട്ടതെന്നും സച്ചി പറയുക. നീ ശ്രദ്ധിക്കണമായിരുന്നു, നോക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി തന്നെയാണ് കൊടുത്തു വിട്ടതെന്നും, പക്ഷേ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചതുമില്ല എന്നും, അത് സ്വർണം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിച്ചതെന്നും സുധി സച്ചിയോട് പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. സച്ചി, ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് പോലീസുകാരോട് ആണയിട്ട് പറഞ്ഞതാ, എന്നിട്ടും ഞാൻ പറയുന്നതൊന്നും ഇവർ വിശ്വസിക്കുന്നില്ലെന്നുള്ള കാര്യവും പറഞ്ഞു. ബാങ്കിൻ്റെ പരാതിയിന്മേൽ എനിക്കെതിരെ കേസെടുത്തിരിക്കുകയാണെന്നും പറഞ്ഞു. എനിക്ക് ജയിലിൽ പോകേണ്ടി വരും സച്ചി എന്നൊക്കെ സുധി ഇങ്ങനെ സച്ചിയോട് പറയുക കേട്ടോ. അതൊക്കെ കേട്ടപ്പോൾ ഞാൻ അങ്ങനെ നിന്നെ ജയിലിലേക്ക് വിടുമെന്ന് സച്ചി സുധിയോട് ചോദിക്കുക. ലോകം മുഴുവനും എതിരായിട്ട് നിന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് സച്ചി സുധിയോട് പറഞ്ഞു. സുധി അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നു. നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. നിന്നെ അമ്മയുടെ കാര്യം സുധി ചോദിച്ചു. അപ്പോൾ നിന്നെ കാണാൻ പോകണ്ടെന്ന് അമ്മ പറഞ്ഞിരുന്നു എന്ന് സച്ചി. എടാ ഞാൻ കാരണം എന്നും പറഞ്ഞിങ്ങനെ ഭയങ്കര സങ്കടത്തോടെ സുധി ഇങ്ങനെ ഇരിക്കുമ്പം നീ ഇങ്ങനെ ചെയ്തതിലുള്ള വിഷമം കൊണ്ട് പറഞ്ഞതാണെന്നുള്ള കാര്യം സച്ചി അന്നേരം പറഞ്ഞു. നീ ലോക്കപ്പിൽ കിടക്കുമ്പോൾ എനിക്കവിടെ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുമോ എന്ന് സച്ചി സുധിയോട് ചോദിച്ചു. അങ്ങനെ ആ ഒരു ഡെലിവറിനെ സംസാരിക്കുന്നു. ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചവരാണ് നമ്മൾ, എന്നിട്ടും നമ്മൾ തമ്മിൽ തല്ലിയാണ് വളർന്നതെന്ന് സച്ചി സുധിയോട് പറയണം. അതുപോലെ തന്നെ പഴയ കാര്യങ്ങളൊക്കെ പറയുക. ഇപ്പോഴും അത് അങ്ങനെ തന്നെ, അതിന് മാറ്റമൊന്നുമില്ലല്ലോ എന്നും. എങ്കിലും നീ വീഴാൻ പോകുമ്പോഴേ ഞാൻ പിടിക്കാറുണ്ട്, അത് തുടരുക തന്നെ ചെയ്യുമെന്നും. എൻ്റെ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും ഞാൻ നിന്നെ താങ്ങി നിർത്താറുണ്ടെന്നുള്ള കാര്യവും സച്ചി സുധിയോട് പറയുക. ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ നിനക്ക്, അപ്പം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ തലയാട്ടുന്നു. പക്ഷേ നീ ഇടയ്ക്കിടയ്ക്ക് അത് മറന്നു പോകും. സാരമില്ല. അപ്പോൾ എടാ ഞാൻ എന്നും പറഞ്ഞ് സുധി നിൽക്കുന്നു. എന്തായാലും ഞാൻ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്യും, നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ സുധിയായിട്ട് സംസാരിച്ചു. പോലീസുകാരും വിളിച്ചില്ല, ആരും പറഞ്ഞില്ല, നീ ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ സുധിയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുക. അപ്പോൾ ആനന്ദ് വിളിച്ച കാര്യവും പറഞ്ഞു. അപ്പോൾ അമ്മയോട് കള്ളം പറഞ്ഞിട്ടാണ് ഞാൻ പണയം വയ്ക്കാനായിട്ട് പോയത്, അതുകൊണ്ട് തന്നെ വീട്ടിൽ അറിയിക്കാൻ എനിക്ക് തോന്നിയില്ല എന്ന് സുധി സച്ചിയോട് പറഞ്ഞു. പോലീസുകാർ വീട്ടിൽ അറിയിക്കാമെന്ന് പറഞ്ഞതാ, അപ്പം ഞാനാ അത് വേണ്ടാന്ന് പറഞ്ഞതെന്ന് സുധി. ഇപ്പം തോന്നുന്നു അത് മണ്ടത്തരമായി പോയി എന്ന്. അപ്പോൾ നീ പിന്നെ കാണിച്ചു കൂട്ടുന്നതെല്ലാം മണ്ടത്തരമല്ലേ എന്ന് സച്ചി ചോദിച്ചു. എടാ ഞാൻ എന്ന് പറഞ്ഞ് സുധി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ എനിക്കിവിടെ കിടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനിവിടെ കിടന്നേനെ എന്ന് സച്ചി പറയാം. എടാ സച്ചി, ഈ ഒരു രാത്രി നീ എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടാൻ സച്ചി സുധിയോട് പറഞ്ഞു. നാളെ രാവിലെ ഞാൻ അഡ്വക്കേറ്റുമായിട്ട് വരാമെന്നും പറഞ്ഞു. വേണ്ടതൊക്കെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി എന്നിട്ട് പോകും. അപ്പോഴത്തേക്കും പോലീസുകാരൻ മതി സംസാരിച്ചത്, പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ സച്ചി എന്നിട്ട് സുധിയോട് യാത്ര പറഞ്ഞിട്ട് പോകുക കേട്ടോ. സുധി നിന്ന് ഭയങ്കര കരച്ചിൽ. ഈ സമയത്ത് സച്ചി പോലീസുകാരുടെ അടുത്ത് വന്നു. പോലീസുകാരനോട് പറയണം, സാർ അവൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാണെന്നൊക്കെ. അവൻ പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് SI സാറിന് തോന്നിയിട്ടുണ്ടാവും, നാളെ ജാമ്യം കിട്ടുമായിരിക്കുമെന്ന് പറയുക. സാറിനോടൊന്ന് സംസാരിച്ച് നോക്കാനേ പോലീസുകാരൻ സച്ചിയോട് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി എന്നിട്ട് അവിടെ നിന്ന് പോയി. സുധി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അതിനകത്ത് തന്നെ കിടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചന്ദ്രമതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. രവിയേട്ടനും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അതങ്ങനെ കൊള്ളത്തരം കാണിക്കൽ അവൻ്റെ ശീലമായി പോലെന്ന് പറഞ്ഞ് രവിയേട്ടൻ ചന്ദ്രമതിയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാത്തരം കൂട്ടു നിൽക്കുന്ന നിന്നെ പോലും പറഞ്ഞു പറ്റിച്ചില്ല എന്ന് ചോദിച്ചു. ഇപ്പോൾ ലോക്കപ്പിൽ കിടക്കുക.
മനുഷ്യരുടെ മുന്നിൽ ഇനി എങ്ങനെയാണ് തല ഉയർത്തി പിടിച്ച് നടക്കാമെന്ന് ചോദിച്ച് രവിയേട്ടൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. 6-7 ഡിഗ്രി ഉണ്ടെന്നാണ് പറയുന്നത്. കയ്യിലുള്ളത് സ്വർണ്ണമാണ്, വ്യാജമാണെന്ന് തിരിച്ചറിയാതെ പണയം വയ്ക്കാൻ കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത്ര ബുദ്ധിയില്ലാത്തവനായി പോയോ അവനെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പത്തേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു. ഇത് കേട്ട് നിൽക്കുവാണ്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുകയാണെന്നൊക്കെ നമ്മുടെ രവിയേട്ടൻ പറഞ്ഞു. എന്തൊക്കെയായാലും നമ്മുടെ മോനായി പോയില്ലേ ചന്ദ്രയെന്നും ചോദിച്ചു. അപ്പോൾ നീ വാശിയൊക്കെ മാറ്റി വയ്ക്ക്, നമുക്കൊന്ന് അവനെ പോയി കാണണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കാണണം എന്നോ എന്തിന്, എന്നെ പറഞ്ഞു പറ്റിച്ചതിന് ശിക്ഷ അവൻ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു ചന്ദ്ര ദേഷ്യപ്പെട്ടപ്പോൾ. എന്ന് വെച്ചാൽ ജയിലിൽ പോക്കോട്ടെ എന്നാണോ നീ പറയുന്നതെന്ന് ചോദിച്ചു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഞാനൊന്ന് പോയി അവനോട് സംസാരിക്കട്ടെ, എന്തെങ്കിലും വേണം ചെയ്യാം, അവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട രവിയേട്ടാന്ന് പറഞ്ഞു ചന്ദ്ര. മോളെ സച്ചു ഇറങ്ങിയിട്ടില്ലല്ലോ, നീ അവനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു, അവനും കൂടെ വരട്ടെ എന്നും രവിയേട്ടൻ പറഞ്ഞപ്പം അച്ഛാ അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ സച്ചിയുടെ വണ്ടി വരുന്നു. അപ്പോൾ അച്ഛൻ ഓടി ഇറങ്ങിച്ചല്ലോ സച്ചി വീട്ടിലേക്ക് കയറുന്നത്. നീ ഇതെവിടെ പോയതാ, നീ ഇവിടെ ഇല്ലായിരുന്നോ, ഈ സമയത്ത് നീ എവിടെ പോയതാ? അത് അച്ഛാ ഞാൻ ഒന്ന് പറയടാ, എവിടെയാ പോയതെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ രേവതി അച്ഛാ സച്ചേട്ടൻ പോലീസ് സ്റ്റേഷൻ വരെ പോയതാണെന്ന് പറഞ്ഞു രേവതി. പോലീസ് സ്റ്റേഷനിലോ? എടാ എന്തിനാടാ പോയത്? പോകരുതെന്ന് ഞാൻ പറഞ്ഞല്ലേടാ, അവനൊരു പാഠം പഠിക്കണമെന്ന് പറഞ്ഞ ചന്ദ്ര. അമ്മേ അവനവിടെ ലോക്കപ്പിൽ കിടക്കുമ്പോൾ എനിക്ക് മനസ്സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു സച്ചി. എടാ അവൻ എന്താടാ പറഞ്ഞ കാര്യം പറയാൻ പറഞ്ഞു അച്ഛൻ. അവൻ പറ്റിപ്പോയെന്നും പറഞ്ഞ് കുറേ കരഞ്ഞു എന്ന് പറയുകയാണ്. വേറെന്താ പിന്നെ അവൻ പറയേണ്ടത്, മണ്ടത്തരമല്ലേ അവൻ കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് സങ്കടത്തോടെ സംസാരിക്കുന്നു. സച്ചേട്ടൻ പോലീസുകാരുമായിട്ട് സംസാരിച്ചായിരുന്നോ എന്ന് രേവതി ചോദിച്ചപ്പം അവിടെ SI സാർ ഉണ്ടായിരുന്നില്ല, ഒരു കോൺസ്റ്റബിളിനോട് ഞാൻ സംസാരിച്ചു എന്നും ബാങ്കുകാർ പരാതി കൊടുത്തപ്പോൾ കേസെടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അബദ്ധം പറ്റിയതാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ള കാര്യം സച്ചി ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ എടാ ജാമ്യത്തിലെടുക്കാൻ പറ്റത്തില്ലേ, നിനക്ക് അവനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നുകൂടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ജാമ്യത്തിൻ്റെ കാര്യം ഞാൻ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, നാളെ ഒരു അഡ്വക്കേറ്റിനെയും കൂട്ടി പോകാവുന്ന കാര്യവും സച്ചി പറയാണ്. അന്നേരം ആരും ഇവിടെ നിന്ന് പോവണ്ടെന്നായി ചന്ദ്ര. അവനെ തൽക്കാലം പുറത്തിറക്കണ്ടെന്നും കുറച്ച് നാൾ ജയിലിൽ കിടക്കുമ്പോൾ അവൻ പഠിച്ചോളൂമെന്ന് ചന്ദ്രമതി പറയാം, അല്ലെങ്കിൽ പിന്നെയും കള്ളത്തരം കാണിക്കുമെന്നും ചന്ദ്ര. അവൻ്റെ അമ്മ ചന്ദ്രമതി തന്നെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അതെ സച്ചി നോക്ക്, ഇന്ന് എൻ്റെ വാക്ക് കേൾക്കാതെ നീ പോയി, നാളെ അഡ്വക്കേറ്റിനെയും കൂട്ടി നീ പോകാൻ നിൽക്കരുത്, അവനെ പുറത്തിറക്കാനും നിൽക്കരുത്. അപ്പം അമ്മ എന്നൊക്കെ ഈ പറയുന്നത്, അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നും നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ടെന്നും ചന്ദ്രമതി സച്ചിയോട് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോയി. അവളുടെ ഉള്ളിൽ സങ്കടം കൊണ്ട് അവളിങ്ങനെയൊക്കെ പറയുന്നതെന്ന് രവിയേട്ടൻ അന്നേരം സച്ചിയോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്കും സങ്കടമായി. നമുക്കതൊന്നും കാര്യമാക്കണ്ട, അവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം സച്ചിയെന്ന് അച്ഛൻ. അപ്പം അച്ഛൻ വരണ്ട, ഞാൻ അഡ്വക്കേറ്റിനെയും കൂട്ടി പോയിക്കോളാമെന്ന് പറഞ്ഞു സച്ചി. അച്ഛൻ ചെന്ന് കിടന്നോ, സമയം ഇത്ര ആയില്ലേ എന്ന് രേവതി. കിടക്കുക എന്നുള്ളതല്ലാതെ ഉറക്കമൊന്നും വരില്ല മോളെ, ചെന്ന് കിടക്കച്ചാന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് അച്ഛനെ പറഞ്ഞു വിടുവാണ്. എന്നിട്ട് സച്ചി ഇങ്ങനെ അവിടെ സ്റ്റെയറിൽ വന്ന് ഇങ്ങനെ തളർന്നിരിക്കുക. അപ്പോൾ സച്ചിനും കിടക്കുന്നില്ലേ എന്ന് ചോദിച്ചു രേവതി വന്നു. എനിക്ക് ഉറങ്ങാൻ കഴിയില്ല രേവതി, നീ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവനവിടെ വല്ലാത്തൊരവസ്ഥയിലാണ്. കണ്ടപ്പോൾ വല്ലാതെ സങ്കടം തോന്നിയെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ രേവതിയോട് പറയുന്നു. അങ്ങനെ ഭയങ്കര വിഷമത്തിലിരിക്കുന്നു സച്ചി. രേവതി ഒന്നും മിണ്ടിയൊന്നുമില്ല. പിന്നെ പിറ്റേ ദിവസമായി രാവിലെയായി നമ്മുടെ ദേവു അമ്മയായിട്ട് സംസാരിക്കുക. അപ്പോൾ അമ്മ ദേവുവിനെ വഴക്ക് പറയണം. അപ്പോൾ അരുണേട്ടനെ ഞാൻ അവസാനമായിട്ടൊന്ന് കാണാൻ പോയതാ, ഇനി കാണില്ല എന്ന് ദേവു പറയുന്നു, സംസാരിക്കില്ല എന്നൊക്കെ അമ്മയോട് പറയുന്നു. അപ്പോൾ ശരത്തും ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുവാണ്. ഞങ്ങൾ തമ്മിൽ ഇനി ഒരു ബന്ധവും ഇല്ല, എന്നെ മറക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നും ദേവു അമ്മയോട് പറയുക. അപ്പോൾ എന്താ ചേച്ചി കാണിക്കുന്നത്, എന്തിനാ ചേച്ചി പോയി അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, അതിന് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും ദേവു അമ്മയോട് പറയുന്നു. അമ്മ ഒരു ഇതും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെ പറഞ്ഞതാണെന്നും ഞാൻ കാരണം മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാണ്ടാവണ്ടെന്നും ദേവു ഇങ്ങനെ അമ്മയോട് പറയണേ. ആരുടെയും സന്തോഷം നഷ്ടപ്പെടാനും പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. ഞാൻ കാരണം എൻ്റെ ചേച്ചിക്ക് കണ്ണുനീര് കുടിക്കേണ്ടതായിട്ട് വരില്ല എന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ ഇങ്ങനെ ഭയങ്കര ഇതിൽ നിൽക്കുന്നു. ചേച്ചിയുടെ ജീവിതം തകരും എന്നുള്ളൊരു പേടി അമ്മയ്ക്കിനി വേണ്ട, അമ്മ ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞ് നമ്മുടെ ദേവു അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ അമ്മ എന്താ അമ്മ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. അവളായിട്ടൊരു തീരുമാനം എടുത്തതല്ലേ, അത് നല്ലതിന് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി എന്ന് അമ്മ അന്നേരം പറഞ്ഞു. വിവാഹം എല്ലാവരുടെയും സമ്മതത്തോടെ നടക്കണം, സച്ചിയുടെ സമ്മതമില്ലാതെ കല്യാണം നടന്നാൽ അത് രേവതിയുടെ ഭാവിയെ പോലും ബാധിക്കുമെന്നുള്ള കാര്യം പറയാം.
ആ വിഷയം അങ്ങനെ അങ്ങ് അവസാനിച്ചത് എന്തായാലും നന്നായി, സമാധാനമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. നല്ല വിഷമം ഉണ്ടാകുമെന്ന് ശരത്ത് അമ്മയോട് പറയാം. അത് പതുക്കെ പതുക്കെ മാറിക്കോളൂ എന്ന് പറയുകയാണ് അന്നേരം അമ്മ. എന്തായാലും ഇഷ്ടപ്പെട്ട ആളിന് തന്നെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ലെന്നോർത്ത് ജീവിതം അവസാനിച്ചു എന്നൊന്നും കരുതരുത്. ഇപ്പോൾ രേവതിയുടെ കാര്യം തന്നെ കണ്ടില്ലേ, പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടാണോ അവർ വിവാഹം കഴിച്ചത്? ഇപ്പോൾ അവർ നന്നായി ജീവിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. എന്തായാലും നമുക്ക് ദേവുവിന് നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി കൊടുക്കണമെന്ന് അമ്മ എന്തായാലും പറഞ്ഞു. അമ്മേ, ദേവു ചേച്ചി പാവാ, ചെറിയ പ്രായം മുതലേ പൂ വിൽക്കാൻ അമ്മയെ സഹായിച്ചുകൊണ്ടാണ് ദേവു ചേച്ചി പഠിച്ചതെന്നുള്ള കാര്യം ശരത്ത് പറഞ്ഞു. ഒരു നല്ല ഡ്രസ്സ് വേണമെന്നോ നല്ല ഭക്ഷണം വേണമെന്നോ ഇന്ന് വരെ ചേച്ചി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്ന കാര്യവും ദേവുവിനെ പറ്റി പറയാം ശരത്ത്. ആരോടും ഒന്നും ഇന്നുവരെ ആവശ്യപ്പെട്ടിട്ടുമില്ല, ഒരാഗ്രഹവും പറഞ്ഞിട്ടുമില്ല. പിന്നെ ആദ്യമായിട്ടാണ് ചേച്ചി ഒരാഗ്രഹം പറയുന്നത്, ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ ജീവിക്കണം എന്ന്, കല്യാണം നടത്തി തരണം എന്ന്. ആ ഒരാഗ്രഹമെങ്കിലും നമുക്ക് സാധിച്ചു കൊടുത്തുകൂടെ അമ്മേ എന്ന് ശരത്ത് ഇങ്ങനെ ദേവിനെ പറ്റി ചോദിക്കുക അമ്മയോട്. നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ഇവിടെ പറയുന്നേ? അവളായിട്ട് അത് വേണ്ടാന്ന് വെച്ചതല്ലേ, കല്യാണമല്ലേ, നമ്മളെന്ത് വിചാരിച്ചിട്ടും കാര്യമൊന്നുമില്ല. ദൈവം വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശരത്ത് ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. എന്തായാലും സച്ചേട്ടനായിട്ടൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്ത് ഇങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സുധിയെ ഇറക്കാനായിട്ട് സച്ചി വക്കീലുമായിട്ട് ചെല്ലുന്നു. അപ്പോൾ കയ്യിലുള്ള ഭാഗം കെട്ടിപ്പിടിച്ച് നമ്മുടെ സുധി അവിടെ ഇരിക്കുവാണ്. സച്ചിയെ കണ്ടു. സച്ചിയെ എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോഴേക്കും സച്ചിയെ പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെന്നു. സാർ എസ് ഐ സാർ അകത്തുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, കയറി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ സച്ചിതേ അകത്തേക്ക് കയറി ചെല്ലുവാട്ടോ വക്കീലിനെയും കൊണ്ട്. സുധി പുറത്തിങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കും, എന്താകുമെന്ന് അറിയാത്തത് കൊണ്ട്. ആ സമയത്ത് ഇവരെ കണ്ടു. എന്താണെന്ന് ചോദിച്ചു. സാർ ഇന്നലെ മുക്കുവണ്ടപ്പണി വെച്ച കേസിൽ അറസ്റ്റിലായ സുധിയെ ജാമ്യത്തിലെടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ അനിയനാണെന്ന് പറഞ്ഞു. സാർ, അത് അവൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ലെന്നും പണയം വെക്കാൻ കൊണ്ടുപോയത് മുക്കുമണ്ടമാണെന്ന് അവൻ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ബാങ്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഏട്ടനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കരുതി അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് എസ് ഐ സാറ് പറയാം. പിന്നെ കൂടുതൽ ചോദ്യം ചെയ്തപ്പം അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നിയെന്നും പോലീസുകാരൻ പറഞ്ഞു. ഇപ്പോൾ ലഭ്യമായ വിവരം അനുസരിച്ച് അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല എന്നും അതുകൊണ്ട് നിയമ നടപടികൾ പാലിച്ച് അദ്ദേഹത്തെ ഇപ്പോൾ വിടാമെന്നും എസ് ഐ സാറ് പറയാം. അപ്പോൾ സച്ചിക്ക് സന്തോഷമായി. എന്തായാലും വക്കീൽ വന്നതും ഉപകാരമായി. അപ്പോൾ ആ സുധിയെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സുധിയെ വിളിച്ചുകൊണ്ട് വന്നു. സുധി ഒരു ബുക്കിൽ ഒപ്പൊക്കെ ഇട്ടു. വിളിക്കുമ്പോൾ ഇവിടെ ഹാജരായിക്കൊള്ളണമെന്നും സുധിയോട് പറഞ്ഞു. ഫോൺ ഓഫ് ചെയ്ത് മുങ്ങിക്കളയരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല സാർ, വിളിക്കുമ്പോൾ ഞാൻ വന്നേക്കാം സാർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി. എന്തായാലും സച്ചി കാരണം സുധിക്ക് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. ഈ കേസിൽ നിങ്ങൾ വരേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ സച്ചിയുടെ ടെൻഷൻ കാരണം വന്നതാണെന്ന് വക്കീൽ എസ് ഐ സാറിനോട് പറയാം. അപ്പോൾ അവൻ വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ താങ്ക് യു പറഞ്ഞ് ഇവരങ്ങ് ഇറങ്ങും. അപ്പോൾ സച്ചിയോട് ഒപ്പിടണം എന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി എന്ന് ഒപ്പിട്ടു. അങ്ങനെ ഒപ്പിട്ടതിന് ശേഷം ചേട്ടനെയും കൂട്ടി സച്ചി ഇങ്ങനെ പോകും. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഇവർ ഇറങ്ങുകയും ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെല്ലുകയും ഒരുമിച്ചായിരുന്നു. അപ്പോൾ സച്ചി നോക്കിയേ, നിന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കരുതെന്ന് പറഞ്ഞ ആളാ വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല എന്നും പറഞ്ഞിങ്ങനെ സച്ചി പറഞ്ഞു കൊടുക്കുന്നു. എത്ര ദിവസം പിടിച്ചു വെക്കും. അപ്പം 2 മക്കളും കൂടെ വന്ന് പുറത്തിറങ്ങി നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ചന്ദ്രമതി ഞെട്ടിപ്പോയി. ചന്ദ്രമതി അന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ചന്ദ്ര എന്നിട്ട് തുള്ളി ചാടി ഇങ്ങനെ ഇവരുടെ അടുത്തേക്ക് വരുക കേട്ടോ. വന്നിട്ട് സുധിക്കിട്ട് കുറേ അടി അങ്ങ് കൊടുത്തു. നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിച്ചത്? നീ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞതെന്ന് പറഞ്ഞ് കുറേ അടിച്ചു. അമ്മ, അപ്പം നീ ഇത്ര അതപ്പത്തിച്ച് പോകുന്നു ഞാൻ വിചാരിച്ചില്ല, എന്നെ നാണം കെടുത്തിയല്ലോടാ നീ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഭയങ്കര ഇത്. അപ്പോഴേക്കും അമ്മ അടിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി കിടന്ന് പറയുന്നുണ്ട് അമ്മ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും. അങ്ങനെ ചന്ദ്ര പോലീസുകാരുടെ മുന്നിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലിട്ട് സുധി അടിച്ച് നേരപ്പാക്കുക. അപ്പോൾ അമ്മ മാറമ്മ എന്നെ കാണിക്കുന്നത്, ഇത് വീടല്ലമ്മ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി. എന്നൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞത് മീരയെ സ്വർണ്ണം ഏൽപ്പിച്ച് ശ്രുതിക്ക് വേണ്ടത് കൊടുത്തു, എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവൻ പണയം വെക്കാൻ പോയിരിക്കുന്നു, എന്തൊരു കള്ളനാടാ നീ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി. നീ ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ കൂട്ടുനിന്നു, നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാടാ ചെയ്തതെന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുക. എന്തൊക്കെ അനുഭവിച്ചടാ എന്നോട് തന്നെ നീ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി സുധിയോട് പറയുമ്പോൾ സുധി ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുക. അപ്പോൾ എല്ലാത്തിനും വളം വെച്ച് കൊടുത്ത അമ്മ തന്നെയല്ലേ. ഇപ്പം കരഞ്ഞിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചു സച്ചി. അതൊക്കെ വിടുവാ, വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലേക്ക് പിന്നെ പോകാം, ഇപ്പോൾ എനിക്ക് ഒരിടം വരെ പോകാനുണ്ടെന്നും വണ്ടി എടുക്കണമെന്നും പറഞ്ഞു. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. ഇവൻ ലോക്കപ്പിൽ കിടക്കാൻ കാരണക്കാരിയായി ഒരുത്തിയില്ലേ, എനിക്ക് മുക്കുകൊണ്ടം സമ്മാനമായിട്ട് തന്ന ഒരു ദരിദ്രവാസി,
അവളുടെ അടുത്തേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അവൾ താമസിക്കുന്നിടത്തേക്ക് എനിക്ക് പോകണം, കാണണം എനിക്കിന്ന് അവളെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദേ മക്കളെയും കൂട്ടി ശ്രുതിയുടെ താവളത്തിലേക്ക് വിട്ടേക്കുവാ. ഇനിയിപ്പോൾ എന്താവും എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.